നമ്മളിന്ന് അതിരപ്പള്ളിയിലേക്ക് ഒന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ആങ്കറേജ് എന്ന് പറഞ്ഞത്. ബാക്കി അവിടുത്തെ വിശേഷങ്ങളാണ്. ഓഫ് റോഡാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ നോക്കണ അങ്ങനെ നമുക്ക് അഡ്രസ്സൊക്കെ എഴുതാനുള്ള ഒരു ഫോം തന്നു. അത് എഴുതി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ബാൽക്കണിക്കുള്ള പോലാണ് നോക്കുമ്പോൾ ഞാൻ കുറെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണത്. ഈ വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിസോർട്ട് തന്നെ ബുക്ക് ചെയ്യാൻ കാരണം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റിവറിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോക്കോട്ടും കുറേ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ റിവറിലേക്കുള്ള ബാക്ക് കൂടെ ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റിവറിലേക്കൊക്കെ കടന്നു. നമ്മൾ ചെല്ലുമ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കുറവ് തന്നെയാണ് നടന്നത്. അങ്ങനെ പിന്നെ പോക്കോട്ട് നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ചു. എത്ര ഡ്രസ് എടുത്തിട്ടുണ്ട് തന്നെ എഴുന്നേറ്റാൽ മതി. ബാഹുബലി കഴിഞ്ഞ പോകോട്ടെ. അങ്ങനെ ഞങ്ങൾ റിവറിൽ നിന്നൊക്കെ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചായ ഓൾറെഡി ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ് ആയപ്പോൾ പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ റിവറിലാണെങ്കിൽ കുറച്ച് ഫാമിലീസൊക്കെ വന്ന് അങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ പോക്കോട്ടിന് 5 സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ഇതുണ്ടായിരുന്നില്ല, കാരണം ഡെപ്ത് കൂടുതലായിരുന്നു. അങ്ങനെ പോക്കോട്ടിന് ഞങ്ങൾ സൈഡിലിരുത്തി. പോക്കോട്ടാണെങ്കിൽ ആ നേരം കൊണ്ട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. പിന്നെ കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മേലിന്ന് ഡ്രസ് ഇതേതോ കപ്പിൾസ് കൂടെ ക്യാൻഡിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡെക്കറേഷനാണ്. പിന്നെ നമ്മൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ കയറി. പോക്കോട്ടിനാഞ്ച ടിഷ്യൂ കൊണ്ട് തുടച്ച് മതിയാവുണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ വെച്ചാൽ നല്ല ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം.